ഇതൊക്കെ കേരളീയ പൊതുസമൂഹത്തിന് നല്ല ബോധ്യമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സ് എപ്പോഴെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയാണ് എന്ന് ശ്രീ കെ ബി ഗണേഷ് കുമാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി ഗൗരവതരമായ ചോദ്യമുള്ളത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത, ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ കെ ബി ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? എപ്പോഴാണ് ആ മന്ത്രിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതിന് ശേഷം കസേരയിലേക്ക് ചമറഞ്ഞിരുന്നിട്ട് കപ്പിൽ ചായ കുടിക്കുക എന്നൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇതിനകത്ത് വളരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കുകയായിരുന്നു. തനിക്കെതിരായ പോലീസ് നടപടി അതൊരു ഇമെയിലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു, ഊരും പേരുമില്ലാതെ എന്നൊക്കെയാണ് അദ്ദേഹം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ എന്താണ് നടപടി ഉണ്ടാകുന്നത് എന്നതറിയാൻ കാത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കെ ബി ഗണേഷ് കുമാർ ഒരു പ്രതികരണം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്ര അധപ്പതിച്ചിട്ടില്ല താൻ എന്നുള്ളതായിരുന്നു. നമ്മുടെ പ്രതിനിധികൾ തത്സമയം തുടരുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഷാരിഖ് നവാസിലേക്ക് പോകുന്നു. ഷാരിഖ്, ബിന്ദു മേനോൻ നിയമപരമായി നീങ്ങില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നാണോ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം? അപ്പോൾ കൂടുതൽ പിന്തുണ അവർക്ക് ലഭിക്കുന്നുണ്ട്, അവർ വലിയ വിഷമത്തിലാണ്. അപ്പോൾ അത് അങ്ങനെ നിയമപരമായി അല്ലാതെ മിണ്ടാതിരിക്കേണ്ടുന്നൊരു വിഷയമല്ല എന്നതിലേക്ക് അവർ എത്തിച്ചേരുകയാണോ? അനുജ, തീർച്ചയായും മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ഭാര്യ ബിന്ദു മേനോന്റെ പാലക്കാട്ടെ വിദ്യുത് നഗറിലുള്ള വീട്ടിലെത്തിയാണ് നമ്മൾ അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചത്. അപ്പോൾ കുടുംബാംഗങ്ങൾ പറഞ്ഞത് ഇപ്പോൾ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ച പോലെ നിയമ നടപടിക്ക് മുന്നോട്ടില്ല എന്നൊക്കെ പറഞ്ഞത് അത് ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവർ നിയമ നടപടി ആലോചിച്ച ശേഷം സ്വീകരിക്കുമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞ്. എന്തായാലും ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഇപ്പോൾ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അവർക്ക് നേരെയുണ്ടായ കയ്യേറ്റം ഉൾപ്പെടെ അവർക്ക് ഇപ്പോൾ നേരിടുന്ന ഒരു മാനസിക സമ്മർദ്ദം, അതുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചത്. ഇപ്പോൾ അവർ മാനസികമായ സമ്മർദ്ദത്തിൽ തന്നെയാണ്, അപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ്. അപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രതികരിക്കാനുള്ള മാനസിക ആരോഗ്യം ഇപ്പോൾ അവർക്കില്ല എന്ന് തന്നെയാണ് കുടുംബാംഗങ്ങൾ നമ്മളെ അറിയിച്ചത്. എന്നാൽ ഈ കുടുംബാംഗങ്ങൾ എടുത്തു പറയുകയുണ്ടായി, നിയമ നടപടി വരും ദിവസങ്ങളിൽ ആലോചിച്ച ശേഷം സ്വീകരിക്കും. അതുപോലെ തന്നെ വരും ദിവസങ്ങളിൽ അവർ ചിലപ്പോൾ നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇത് വിശദമായി തന്നെ പ്രതികരിച്ചേക്കാം എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ നമ്മളോടുമായി സംസാരിച്ചത്. എന്തായാലും ഇത്തരം കയ്യേറ്റം ചെയ്തത് ഉൾപ്പെടെയുള്ള നടപടിക്ക് അവർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനുജ, അതാണ് നിയമ നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. പ്രതിപക്ഷത്തിന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വരികയും ചെയ്യുന്നുണ്ട്. അല്പസമയം മുൻപ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും നമ്മൾ കണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.